കായംകുളം നഗരസഭയിൽ മനുഷ്യമാലിന്യം ശേഖരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉൾപ്പെടെയുള്ള വാഹനം വാങ്ങുന്നതിനുള്ള 46 ലക്ഷം രൂപയിൽ 27 ലക്ഷം രൂപ മുൻകൂർ അനുമതിയോടെ ചെയർപേഴ്സൺ നൽകിയതിനെതിരെ നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം. പ്രധാനമായും പ്രതിഷേധിച്ചത് UDF കൗൺസിലർമാരാണ്. എന്നാൽ LDF കൗൺസിലർമാരും പ്രതിഷേധിച്ചതെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകുമെന്നും അറിയിച്ചു. കായംകുളം നഗരസഭയിൽ മനുഷ്യമാലിന്യം ശേഖരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉൾപ്പെടുന്ന വാഹനം വാങ്ങിക്കുന്നതിനുള്ള 46 ലക്ഷം രൂപയിൽ 27 ലക്ഷം രൂപ മുൻകൂർ അനുമതി നൽകി നഗരസഭാ ചെയർപേഴ്സൺ നൽകിയതിനെതിരെയാണ് നഗരസഭാ കൗൺസിലിൽ ബഹളമുണ്ടായത്. പ്രധാനമായും പ്രതിഷേധിച്ചത് UDF കൗൺസിലർമാരാണ്. എന്നാൽ LDF കൗൺസിലർമാരും തങ്ങളോടൊപ്പം പ്രതിഷേധിച്ചെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറയുന്നു. കായംകുളം നഗരസഭയ്ക്ക് ഒരു ഖരമാലിന്യ ശേഖരണത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വാഹന സൗകര്യത്തോടു കൂടിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വാങ്ങിക്കുന്നതിനുള്ള ഒരു അജണ്ടയാണ് വന്നത്. ഈ വാഹനം വാങ്ങുന്നതിനും ഈ ട്രീറ്റ്മെൻറ്റിനാവശ്യമായ പൈസ ചെലവാക്കുന്നതിനുമുള്ള തുക ഖരമാലിന്യ സംസ്കരണ വിതരണത്തിനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയർപേഴ്സൺ സഭയെ പോലും അറിയിക്കാതെ, ഹെൽത്ത് കമ്മിറ്റിയെ അറിയിക്കാതെ, ഫൈനാൻസ് കമ്മിറ്റിയെ അറിയിക്കാതെ ഇതിൻ്റെ ടെൻഡർ 2 പേരാണ് നൽകിയത്. ഈ 2 പേരുടെയും ടെൻഡറിൽ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി കൊടുത്ത് 64 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നു. ഇത് ഫൈനാൻസ് ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സണോ ഫൈനാൻസ് കമ്മിറ്റി ചെയർപേഴ്സണോ ആരും അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചെയർപേഴ്സൺ ഏകപക്ഷീയമായി പാൻ കാർഡില്ലാത്ത കമ്പനിയെ അംഗീകരിക്കുകയും അവർക്ക് 27 ലക്ഷം രൂപ നൽകിയതിനെ ഇന്നത്തെ കൗൺസിലിൽ LDFിൻ്റെ തന്നെ ഹെൽത്ത് കമ്മിറ്റിയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എതിർക്കുകയും കൗൺസിലുണ്ടായിരുന്ന 1-2 അംഗങ്ങളൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ LDF UDF അംഗങ്ങളും ആ ചെയർപേഴ്സൻ്റെ നടപടിയെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് UDF വിജിലൻസുമായി ബന്ധപ്പെട്ട് ഇതിന് പരാതി കൊടുക്കാനും ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനകം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ കാണുന്നതും അവരുടെ പരാതി സമർപ്പിക്കുന്നതുമാണ്. കായംകുളം നഗരസഭ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെയർപേഴ്സൺ മുൻകൂർ പൈസ അനുവാദം കൊടുക്കുമെന്ന് പറയുമ്പോൾ, ഞങ്ങളൊക്കെ 10-25 വർഷം കായംകുളം നഗരസഭ ജനപ്രതികളായിരുന്നു. ഇന്ന് വരെ കേട്ടുകഴിവില്ലാത്ത ഒരു ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ അഴിമതി. ഇത് അഴിമതിയാണ്, പച്ച അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ വിസർജ്യം വിറ്റ് കാശാക്കിക്കൊണ്ട് അതിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്ന ഒരു ഭരണ നേതൃത്വമാണ് ഈ ചെയർപേഴ്സണിൻ്റെ നേതൃത്വത്തിലൂടെ പോകുന്നത്. ഇതിന് ഞങ്ങൾ വിജിലൻസിൽ പോവുകയാണ്. ഇത് UDFിൻ്റെയും LDFിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിനെതിരാണ്. 46 ലക്ഷം രൂപ വരുന്ന വാഹനം മനുഷ്യമാലിന്യം ശേഖരിച്ച് അത് സ്ഥലത്ത് വെച്ച് തന്നെ സംസ്കരിച്ച് മാറ്റുന്നതിനുള്ള സംവിധാനമാണ്. വാഹനം വാങ്ങുന്നതിന് 2 കമ്പനികളുടെ ടെൻഡറാണ് സ്വീകരിച്ചത്. ഇതിൽ ഒരു കമ്പനിക്ക് പാൻ കാർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ടെൻഡർ നിയമപ്രകാരം നിലനിൽക്കില്ല എന്നും UDF കൗൺസിലർമാർ പറയുന്നു. ഇതിനാൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അറിയാതെ നഗരസഭാ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകി 27 ലക്ഷം രൂപ കമ്പനിക്ക് നൽകുകയായിരുന്നുവെന്ന് UDF കൗൺസിലർമാർ ആരോപിക്കുന്നു. പാൻ കാർഡ് ഇല്ലാത്ത കമ്പനിക്ക് 2ാമത്തെ കമ്പനിയുടെ പാൻ കാർഡ് വെച്ചാണ് പണം നൽകിയിട്ടുള്ളതെന്നും ആരോപിച്ചു. ഇതിൽ അഴിമതിയുണ്ടെന്ന് കണ്ടുകൊണ്ട് ഭരണപക്ഷത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും പ്രതിപക്ഷവും ചെയർപേഴ്സന്റെ തീരുമാനത്തിൽ വിയോജനം രേഖപ്പെടുത്തിയതായും UDF കൗൺസിലർമാർ പറഞ്ഞു. സഭാംഗങ്ങൾ മുഴുവൻ എതിർപ്പുമായി എത്തിയപ്പോൾ ചെയർപേഴ്സൺ സഭ പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. ഈ കൊടുംകൊള്ളയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് അടുത്ത ദിവസം തന്നെ പരാതി നൽകും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെയും ഫിനാൻസ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെയും അനധികൃതമായി നൽകിയ 27 ലക്ഷം രൂപ തിരികെ ഈടാക്കുന്നതുവരെ പ്രത്യക്ഷ സമരം നടത്തുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS പാഷ, K പുഷ്പദാസ്, AJ ഷാജഹാൻ, EP ഷാജഹാൻ, ബിധു രാഘവൻ, ബിജു നസ്രുള്ള, PC റോയ്, അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ്, R സുമിത്രൻ, അംബിക, ഗീത, മിനി സാമുവൽ, ഷീജ റഷീദ്, ഷൈനി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.